മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ചാവശ്ശേരി മാനവീയം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഉത്തര കേരള കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രദേശത്ത് ആദ്യമായി നടക്കുന്ന ഉത്തര കേരള കബഡി ഫെസ്റ്റ് കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ചാവശ്ശേരിയിൽ കഴിഞ്ഞ വർഷം രൂപീകരിച്ച മാനവീയം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി കബഡി ഫെസ്റ്റ് നടത്തിയത്. വിവിധ ജില്ലകളിൽ നിന്നായി 16 ടീമുകൾ കബഡി ഫെസ്റ്റിൽ അണിനിരന്നു. വാശിയേറിയ മത്സരമാണ് നടന്നത്. ചാവശ്ശേരി മിനി സ്റ്റേഡിയത്തിൽ വെച്ച് കായിക ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ചാവശ്ശേരി ലോക്കലിലെ സ്ത്രീകൾ അണിനിരന്നുകൊണ്ടുള്ള മെഗാ തിരുവാതിരയും അരങ്ങേറി. കബഡി ഫെസ്റ്റ് മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചാവശ്ശേരിയിൽ അതിർവരമ്പുകൾക്ക് അതീതമായി മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, സാർത്ഥകമായ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് മാനവീയം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ സാധാരണ മലയോര മേഖലയിൽ വോളിബോൾ ടൂർണമെന്റുകളാണ് പലപ്പോഴും നടക്കാറുള്ളത്. എന്നാൽ ഞങ്ങളുടെ മേഖല കബഡിയുടെ മേഖലയാണ്. കണ്ണൂർ ജില്ലയുടെ വടക്കൻ മേഖല മുതൽ പയ്യന്നൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്ന ഒരു കായിക ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും കബഡിയാണ്. ചടങ്ങിൽ സിനിമാ നടനും കലാകാരനുമായ രഞ്ജിത്ത് വെളിയമ്പ്ര, എഴുത്തുകാരനും സാംസ്കാരിക പ്രഭാഷകനുമായ ഡോക്ടർ CK മോഹനൻ എന്നിവരെ ആദരിച്ചു. കബഡി ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് സൗഹൃദ മത്സരവും നടന്നു. വി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത, നഗരസഭാ കൗൺസിലർ V ശശി, CP പത്മരാജൻ, KK സുരേന്ദ്രൻ, മാനവീയം കലാകായിക സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി PV ബിനോയ്, ക്ലബ് പ്രസിഡന്റ് K പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.